നമസ്കാരം. ഞാൻ MGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് എട്ടാമത്തെ പ്രതിമയായ രതിറാണി എന്ന പേരുള്ള സാലഭഞ്ജിക പറഞ്ഞ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സ്വാർത്ഥത അല്പം പോലും ഇല്ലാത്തവളാണ് സുബധന എന്ന് വിക്രമാദിത്യൻ ഭട്ടിയോട് പറഞ്ഞപ്പോൾ അത് അത്രയ്ക്കങ്ങട് ഭട്ടിക്ക് വിശ്വാസം വരാതിരിക്കുകയും അവളുടെ സ്വഭാവശുദ്ധി പരീക്ഷിച്ച് അവസാനം അവൾ ആത്മാഹൂതി ചെയ്യുകയും അതിൽ മനസ്സ് വേദനിച്ച് വിക്രമാദിത്യൻ സാക്ഷാൽ ജഗത് ജനനിയായ അമ്മ മഹാമായെ പ്രത്യക്ഷപ്പെടുത്തി തീർത്ഥവും ഭസ്മവും വാങ്ങി സുബധനയെ ജീവിപ്പിക്കുകയും അതിനുശേഷം അവൾ ആ ബാക്കി വന്ന തീർത്ഥവും ഭസ്മവും കൊണ്ടുപോകുകയും ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ വീണ്ടും സുബധനയെ കാണാൻ ചെന്നപ്പോൾ അവിടെ സുബധനയെ കാണാതിരിക്കുകയും അയൽപക്കക്കാരനായ ഒരു വൃദ്ധൻ സുബധന രഘുവരനുമായി ഒരു യാത്ര പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ രഘുവരൻ എന്ന് വിക്രമാദിത്യൻ ചിന്തിച്ചു നിന്നു എന്നുവരെയാണ്. ആ രഘുവരൻ എന്ന് പറഞ്ഞ ആള് അവളുടെ ഒരു പഴയ കാമുകനായിരുന്നു. അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചുപോയിരുന്നു. ആ സമയത്ത് ഒരു സന്യാസി അവളുടെ അടുത്ത് വന്ന് അവളുടെ സങ്കടം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കൂ, എന്തായാലും ഇവനെ എനിക്ക് ജീവിപ്പിക്കാൻ സാധ്യമല്ല, പക്ഷേ മൃതദേഹം ദഹിപ്പിക്കാതെ സൂക്ഷിച്ചു വയ്ക്കണം. ചീഞ്ഞു പോകാതിരിക്കാൻ ഒരു ദിവ്യ തൈലം ഞാൻ തരാം, അത് ശരീരത്തിൽ പുരട്ടി അങ്ങോട്ട് വയ്ക്കുക. വൈകാതെ ഒരു രത്നവ്യാപാരിയുടെ വേഷത്തിൽ സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് നിന്നെ കാണാനിടയാകും. നിന്റെ കഴിവും കൗശലവും തന്ത്രപരമായ സാമർഥ്യവും സ്നേഹവും കൊണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉപാസനാമൂർത്തിയായ മഹാമായയുടെ കയ്യിൽ നിന്ന് തീർത്ഥജലവും ഭസ്മവും കിട്ടാൻ നിനക്ക് ഇടയാകും. അത് വാങ്ങി അയാളുടെ ശരീരത്തിൽ തളിക്കുകയും ഭസ്മം വാങ്ങി പൂശുകയും ചെയ്താൽ അയാൾ ജീവിക്കുമെന്ന് ഒരു സന്യാസി പറഞ്ഞിരുന്നു. ആ തീർത്ഥവും ഭസ്മവും അവൾക്ക് കിട്ടിക്കാണണം. എന്തായാലും അവൾ ആളൊരു സമർത്ഥയാണ് എന്ന് ആ വൃദ്ധൻ വിക്രമാദിത്യനോട് പറഞ്ഞു. വിക്രമാദിത്യൻ അല്പനേരം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നിന്നുപോയി. സുബധന ഇത്ര വേഗം തന്നെ മറക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വൈകാതെ നമ്മുടെ വിക്രമാദിത്യൻ സഹോദരനായ ഭട്ടിയുടെ സമീപത്തെത്തി. എന്നിട്ട് അനിയനാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഭട്ടി വിക്രമാദിത്യ മഹാരാജാവിനോട് പറഞ്ഞു, സുബധന അങ്ങയോട് സ്നേഹം കാട്ടിയത് അവളുടെ കാമുകൻ രഘുവരന് ജീവൻ തിരികെ ലഭിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു എന്ന് ഭട്ടി പറഞ്ഞു. പക്ഷേ അവൾക്കത് നേരിട്ട് എന്നോട് പറയാമായിരുന്നു, എങ്കിൽ ഞാൻ അയാൾക്ക് ജീവൻ തിരികെ ലഭിക്കുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തേനെ എന്ന് വിക്രമാദിത്യൻ സങ്കടത്തോടെ അങ്ങോട്ട് പറഞ്ഞു. കളങ്കം മനസ്സിലുള്ള സ്ത്രീകൾ വക്രരീതിയിലേ ചിന്തിക്കൂ. നേര് പറയുന്നതും നേർവഴിക്ക് നടക്കുന്നതും അവർക്ക് ഒട്ടും ശീലമുണ്ടാവില്ല എന്ന് ഭട്ടിയും പറഞ്ഞു. ഉടനെ വിക്രമാദിത്യൻ വളരെ ആത്മഗതത്തോടെ പറഞ്ഞു, അപരിചിതരായ സ്ത്രീകളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു പൊട്ടിച്ചിരി കേട്ട് വിക്രമാദിത്യനും ഭട്ടിയും പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. വഴിയിൽ കിടന്ന ഒരു കല്ലിൽ നിന്നാണ് ആ ചിരി കേട്ടത്. ഒരു പാമ്പിൻ ചട്ട ആ കല്ലിൽ ഉടക്കി കിടന്നിരുന്നു. പെട്ടെന്ന് ആ പാമ്പിൻ പടം മുകളിലേക്ക് പറന്ന് കാണാതായി. എന്താണ് ആ ചിരിയുടെ അർത്ഥം? വിക്രമാദിത്യൻ വളരെ അത്ഭുതത്തോടെ നമ്മുടെ ഭട്ടിയോട് ചോദിച്ചു. ഉടനെ ഭട്ടി പറഞ്ഞു, അതിൽ എന്തോ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു.
എന്നിട്ട് ഭട്ടി പെട്ടെന്ന് ആലോചനയിൽ അങ്ങോട്ട് മുഴുകി. എന്തായാലും ആ ചിരിയുടെ അർത്ഥം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഭട്ടിക്ക് തോന്നി. ഉടനെ ഭട്ടി ആ ക്ഷണത്തിൽ തന്നെ വിക്രമാദിത്യനോട് യാത്ര പറഞ്ഞ് ഉടനെ തിരിച്ച് ഉജ്ജയിനിയിലെത്തി. എന്നിട്ട് പരദേവതയുടെ തിരുമുന്നിൽ കുറേ നേരം അങ്ങട് ധ്യാനത്തിലിരുന്നു. വൈകാതെ തന്നെ ജഗജ്ജനനിയായ അമ്മ മഹാമായ അദ്ദേഹത്തിന് അറിവിൻ്റെ വെളിച്ചം പകർന്നു. പിന്നൊട്ടും വൈകാതെ തിരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭട്ടി വീണ്ടും വിക്രമാദിത്യന്റെ അരികിലെത്തി. ആ ചിരിയുടെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു എന്ന് ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു. അത് കേട്ട് നമ്മുടെ വിക്രമാദിത്യൻ വളരെ ആകാംക്ഷയോടെ ഭട്ടിയെ നോക്കി. അപ്പൊ ഭട്ടി പറഞ്ഞു, അപരിചിതയായ സ്ത്രീയെ വിശ്വസിക്കരുത് എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണല്ലോ ആ ചിരി കേട്ടത്. എന്നാൽ പരിചയമുള്ളവരുടെ കഥ ഈ മനുഷ്യൻ അറിയുന്നില്ലല്ലോ എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. അതറിയാൻ വേണ്ടിയാണ് ഞാൻ നേരെ ഉജ്ജയിനിയിലേക്ക് പോയത്. നമ്മുടെ അന്തഃപുരത്തിൽ ചന്ദ്രലേഖ എന്ന പേരുള്ള റാണിക്ക് ഒരു രാക്ഷസനുമായി ഒരു രഹസ്യ ബന്ധമുണ്ട് എന്ന് ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു. ഭട്ടി പറഞ്ഞത് കേട്ടപ്പോ വിക്രമാദിത്യൻ അങ്ങട് ഞെട്ടിപ്പോയി. എന്ത്? എന്നിട്ട് ഈ വിവരം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അപ്പോ ഭട്ടി പറഞ്ഞു, അതീവ രഹസ്യമായിട്ടാണ് അയാളുടെ നീക്കം. ആരും അറിയാതെയാണ് അയാൾ അന്തഃപുരത്തിൽ എത്തുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും ഇപ്പോൾ ഭീഷണിയാണ് എന്ന് ഭട്ടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒട്ടും പിന്നെ താമസിച്ചില്ല. അന്ന് രാത്രി തന്നെ വിക്രമാദിത്യനും ഭട്ടിയും നേരെ ഉജ്ജയിനിയിലേക്ക് തിരിച്ചു. രാജാവ് കാടാറുമാസത്തിനായി പോയി എന്ന ധാരണയിൽ രാക്ഷസൻ അന്തഃപുരത്തിൽ അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യൻ ഞൊടിയിടയിൽ അയാളെ കണ്ടെത്തി. അങ്ങനെ അവർ തമ്മിൽ നേരിട്ട് നല്ല ഒരു ഏറ്റുമുട്ടലുണ്ടായി. വിക്രമാദിത്യന്റെ ഒറ്റ വെട്ടിന് രാക്ഷസൻ 2 കഷ്ണമായി അങ്ങോട്ട് നിലത്ത് വീണു. പക്ഷേ അടുത്ത ക്ഷണത്തിൽ ആ കഷ്ണങ്ങൾ വീണ്ടും ഒന്നായി മാറി. ആ രാക്ഷസൻ അങ്ങോട്ട് എഴുന്നേറ്റു വന്നു. അങ്ങനെ പല കുറി ആവർത്തിച്ചപ്പോൾ നമ്മുടെ വിക്രമാദിത്യൻ അങ്ങോട്ട് വല്ലാതെ തളർന്നു തുടങ്ങി. മായക്കാരനാണ് ആ രാക്ഷസൻ. അങ്ങനെ ആ രാക്ഷസനെ വീണ്ടും തോൽപ്പിച്ച് വെട്ടി 2 തുണ്ടമായി നമ്മുടെ വിക്രമാദിത്യൻ നിലത്തിട്ടു. ഉടനെ തന്നെ ഭട്ടി അതിലൊരു ശരീരഭാഗത്തെ കടലിലും മറ്റൊരു ഭാഗത്തെ തീയിലുമിട്ടു. പിന്നെ ആ രാക്ഷസൻ ഉയർത്തു വന്നില്ല. രാക്ഷസനുമായി ചാരപ്പണി ചെയ്ത ചന്ദ്രലേഖ എന്ന റാണി ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് വധശിക്ഷ നൽകിയില്ല. പകരം അവരെ ആജീവനാന്തം കാരാഗൃഹത്തിൽ തടവിലിട്ടു. അങ്ങനെ ആ രാക്ഷസന്റെ ശല്യം അങ്ങോട്ട് അവസാനിപ്പിച്ച് വിക്രമാദിത്യനും ഭട്ടിയും നേരെ വനത്തിലേക്ക് തിരിച്ചു. പിന്നീട് പല പ്രദേശങ്ങളും കണ്ട് വനത്തിൽ അവർ കുറേ നാൾ സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിക്രമാദിത്യൻ പറഞ്ഞു, ഭട്ടി, കാടാറുമാസം കഴിയാറായിരിക്കണം. ഇനിയിപ്പോൾ ഭട്ടി വേഗം ഉജ്ജയിനിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. ഞാൻ താമസിയാതെ പിന്നാലെ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടി കണക്ക് കൂട്ടി നോക്കി. ശരിയാണ്, ഇനി 25 ദിവസം കൂടി കഴിഞ്ഞാൽ കാടാറുമാസം അവസാനിക്കും. പക്ഷേ വിക്രമാദിത്യനെ തനിയെ വിട്ടിട്ട് പോകാൻ ഭട്ടിക്ക് മനസ്സും വരണില്ല. എങ്കിലും മടങ്ങി വരാൻ ഇനി അധിക നാളില്ലാത്തത് കൊണ്ടും രാജ്യഭരണകാര്യങ്ങളിൽ അടിയന്തരായി ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് കൊണ്ടും ഭട്ടി വേഗം ഉജ്ജയിനിയിലേക്ക് മടങ്ങി. പിന്നീട് ഏകനായിട്ടായിരുന്നു നമ്മുടെ വിക്രമാദിത്യന്റെ യാത്ര. മുരസ്തടി എന്ന പ്രദേശത്ത് ചെന്നപ്പോൾ വിക്രമാദിത്യനെ ആരോ പിന്നിൽ നിന്ന് കൈകൊട്ടി വിളിച്ചു. ശബ്ദം കേട്ട അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവിടെ വിക്രമാദിത്യന്റെ ഒരു പഴയ കാല സുഹൃത്ത്
നിൽക്കണം. ചന്ദ്രകാന്തൻ എന്നായിരുന്നു അയാളുടെ പേര്. കുറേ നേരമായി നമ്മുടെ വിക്രമാദിത്യനെ പിന്തുടർന്ന് വരികയായിരുന്നു അയാൾ. ബാല്യകാലത്ത് ഇരുവരും നല്ല കളിക്കൂട്ടുകാരായിരുന്നു. വിക്രമാദിത്യൻ തനിക്കറിയാവുന്ന പല വിദ്യകളും ചങ്ങാതിയെ അന്ന് പഠിപ്പിച്ചിരുന്നു. ആയുധവിദ്യ, മാന്ത്രിക വിദ്യ, ജ്യോതിഷം, കൂടുവിട്ട് കൂടുമാറൽ, അങ്ങനെ പലതും ചന്ദ്രകാന്തൻ വിക്രമാദിത്യനിൽ നിന്ന് ചെറുപ്പത്തിലേ വശമാക്കിയിരുന്നു. എന്തായാലും ചന്ദ്രകാന്തനെ കണ്ടത് വലിയ ആശ്വാസമായി. ആർക്ക്? നമ്മുടെ വിക്രമാദിത്യന്. അവരിരുവരും ഏറെ കാലത്തിന് ശേഷം പരസ്പരം കാണുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് പറയാൻ വിശേഷങ്ങളേറെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസങ്ങളോളം അവർ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മധ്യാഹ്ന നേരത്ത് തണലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ചന്ദ്രകാന്തന്റെ മടിയിൽ തല വച്ച് നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു നമ്മുടെ വിക്രമാദിത്യൻ. അവർ ഇരിക്കുന്നതിന് തൊട്ടു മുകളിലുള്ള മരക്കൊമ്പിൽ രണ്ട് ഇണപ്പക്ഷികൾ കൊക്കുരുമ്മി ഒരുമിച്ചിരിക്കണം. ആ കാഴ്ച കണ്ട് അതിൽ മനസ്സർപ്പിച്ച് നമ്മുടെ വിക്രമാദിത്യൻ അല്പനേരം ചന്ദ്രകാന്തന്റെ മടിയിൽ കിടന്ന് അങ്ങനെ സമയം കഴിച്ചുകൂട്ടി. കിളികൾ തമ്മിലുള്ള ദൃഢമായ സ്നേഹം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. തങ്ങൾക്ക് ചുറ്റും മറ്റൊരു ലോകമുണ്ടെന്നുള്ള കാര്യം ആ കിളികൾ വിസ്മരിച്ചിരിക്കുന്നു. അങ്ങനെ ആനന്ദലീനരായി കളിച്ച് രസിച്ചിരിക്കുന്നതിനിടയിൽ ആൺകിളി ഒന്ന് ഞെട്ടി. അതിൻ്റെ ശരീരം ചലനരഹിതമാകുകയും പെട്ടെന്നത് താഴേക്ക് വീഴുകയും ചെയ്തു. ആൺകിളി മരിച്ചു പോയതായി വിക്രമാദിത്യൻ മനസ്സിലാക്കി. പെൺകിളി ഒരു നിമിഷം ആ മരക്കൊമ്പിൽ തരിച്ചിരുന്നു. പിന്നീട് ആ പെൺകിളി ഹൃദയവേദനയോടെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. തൽക്കാലത്തേക്കെങ്കിലും ആ പെൺകിളിയുടെ ദുഃഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് നമ്മുടെ വിക്രമാദിത്യന് തോന്നി. കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വിക്രമാദിത്യന് നല്ല വശമുണ്ടായിരുന്നു. തൻ്റെ ശരീരം സൂക്ഷിക്കണമെന്ന് ചന്ദ്രകാന്തനോട് പറഞ്ഞ് ഏൽപ്പിച്ച് വിക്രമാദിത്യൻ സ്വന്തം ജീവനെ ആ ആൺകിളിയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഉടനെ നിലത്തു വീണ ആൺകിളിക്ക് വീണ്ടും ജീവൻ വച്ചു. അത് വീണ്ടും മുകളിലേക്ക് ഉയർന്നു. വീണ്ടും ഇണക്കിളിയോട് ചേർന്നു. പെൺകിളിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ സമയത്ത് വിക്രമാദിത്യന്റെ ശരീരം നിശ്ചലമായി താഴെ കിടക്കുകയായിരുന്നു. അതിൽ ജീവൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ചന്ദ്രകാന്തൻ തൻ്റെ ആത്മാവ് നേരെ വിക്രമാദിത്യന്റെ ഉടലിലേക്ക് കടത്തി. അതോടെ ചന്ദ്രകാന്തൻ എന്ന വിക്രമാദിത്യൻ കണ്ണു തുറന്നു. ഉടനെ തൻ്റെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ചന്ദ്രകാന്തൻ നേരെ ഉജ്ജയിനിയിലേക്ക് പോയി. മരത്തിലിരുന്ന വിക്രമക്കിളി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സുഹൃത്ത് തന്നെ ചതിച്ചിരിക്കുന്നു. ഇനി തൻ്റെ ശരീരം ഒരു കാലത്തും തനിക്ക് മടക്കി ലഭിക്കില്ല. അത് ചന്ദ്രകാന്തനും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഈ ജീവിതകാലം മുഴുവനും ഈ കിളിയായി തനിക്ക് കഴിയേണ്ടി വരും. സ്വാർത്ഥതയുടെ രണ്ട് മുഖങ്ങളാണ് ഇത്തവണ കാടാറുമാസക്കാല ജീവിതത്തിൽ താൻ കണ്ടത്. ആദ്യം അത് സുവദനയായിരുന്നു. സ്വന്തം കാര്യം നടന്നു കിട്ടുന്നതുവരെ അവൾ അടുപ്പം കാട്ടി. പിന്നെ എല്ലാം മറന്ന് എന്നെ വെടിഞ്ഞു പോയി. ഇപ്പോഴിതാ ചന്ദ്രകാന്തൻ എന്ന ചങ്ങാതിയും. അവനും എന്തോ ലക്ഷ്യത്തോടെയാവാം എന്നെ വനത്തിൽ കാണാൻ വന്നത്. എന്തായാലും ഭട്ടി പോയതിനു ശേഷം താൻ ഒറ്റയ്ക്കായി എന്നറിഞ്ഞിട്ടാണ് അവൻ വന്നത്. പിന്നെ എന്തെങ്കിലും ഒരു അവസരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ചന്ദ്രകാന്തൻ ഇല്ല. അവൻ വിക്രമാദിത്യ മഹാരാജാവായി. അവൻ ഉജ്ജയിനിയിലേക്ക് പോകുന്നത് നോക്കി നോക്കി നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് നമ്മുടെ വിക്രമക്കിളി ആ മരക്കൊമ്പിലിരുന്നു. ചന്ദ്രകാന്തൻ നേരെ കൊട്ടാരത്തിലേക്കാണ് പോയത്. രാജ്യവാസികളും മന്ത്രിക്കൂട്ടവും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു.
നേരത്തെ മടങ്ങിയെത്തിയ മഹാരാജാവിനെ എതിരേൽക്കാൻ വൻ ജനാവലി തന്നെ വീഥിയുടെ ഇരുവശത്തും കാത്തു നിന്നിരുന്നു. മടങ്ങിയെത്തിയ രാജാവ് ആദ്യം കൊട്ടാരം ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം റാണിമാർ താമസിക്കുന്ന അന്തഃപുരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭട്ടി അല്പം മാറി നിന്ന് രാജാവിനെ നല്ലതുപോലെ അങ്ങോട്ട് വീക്ഷിച്ചു. എന്തോ ഒരു പൊരുത്തക്കേട് തുടക്കം മുതലേ കാണാനുണ്ട്. കാടാറുമാസം അവസാനിക്കാൻ ഇനി 20 ദിവസം ബാക്കിയുണ്ട്. വിക്രമാദിത്യൻ കൃത്യത പാലിക്കുന്ന ആളാണ്. മാത്രമല്ല, ഈ മനുഷ്യന്റെ നടപ്പിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു അപരിചിതത്വം കാണാനുമുണ്ട്. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരോടും ശ്രദ്ധ പുലർത്താൻ ഭട്ടി നിർദ്ദേശം കൊടുത്തു. റാണിമാർ താമസിക്കുന്ന അന്തഃപുരം തുറന്നതേയില്ല. അവർ ദീർഘമായ ഒരു വ്രതത്തിലാണെന്നും അതിനുശേഷമേ രാജാവിനെ ദർശിക്കൂ എന്നുമാണ് പറഞ്ഞത്. പുതിയ രാജാവിന് ഭരണകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ല. ആഡംബര ജീവിതത്തിൽ അയാൾ സ്വയം മറന്ന് കഴിഞ്ഞുകൂടി. റാണിമാരെ ഒന്ന് കാണാൻ കഴിയുന്നില്ല എന്നതൊഴിച്ചാൽ കൊട്ടാര ജീവിതം അതീവ സുഖപ്രദം. ചന്ദ്രകാന്തൻ എന്ന ഗ്രാമവാസി പണ്ട് മുതലേ കാത്തിരുന്നതും സ്വപ്നം കണ്ടതും ഈ ജീവിതം തന്നെയാണ്. പിന്നീട് ചന്ദ്രകാന്തൻ എന്ന വിക്രമാദിത്യന് എന്താ സംഭവിച്ചത്? അതറിയാൻ വെറുമൊരു ദിവസം ഒന്ന് കാത്തിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.